ദൈവങ്ങളിൽ വിശ്വസിച്ചിട്ടും ഈ ഒരു ചിന്താഗതി അല്ലെ മതങ്ങൾ പഠിപ്പിക്കുന്ന മഹത്തായ സന്ദേശങ്ങളുണ്ട്, അതൊന്നും മനുഷ്യൻ മനസ്സിലാക്കാത്തത് എന്തായിരിക്കും? അതിനൊരു കാര്യം, ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ചുരുക്കമാണ്. അവർ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്, അവരെ അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് അവർ പറയുന്ന ആളല്ല വിശ്വസിക്കുന്നത്. മനസ്സിലായോ? എനിക്കിത് കിട്ടിയത്, എനിക്കിന്ന് തെങ്ങന്ന് തേങ്ങ കിട്ടുന്നത് തെങ്ങ കയറാവുന്ന ഒരുത്തനുള്ളത് കൊണ്ടാണ് അല്ലേ? അതുപോലെ തന്നെ എൻ്റെ വയറ് പൂട്ടുന്നത്, വയറ് പൂട്ടാനറിയാം. ഞാൻ വയറ് പൂട്ടിയാൽ കാളയുടെ കാലയിൽ കലപ്പ വന്നുകൊണ്ട് അത് അവിടെ എല്ലാം കൂടെ ഓടി നാനാവിധമാകും. അവൻ പൂട്ടിയാലോ നല്ല ഭംഗിയായി നെല്ല് വിതയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യനും എല്ലാവരും ആവശ്യമാണ്, പരസ്പര പൂരകങ്ങളാണ്. അത് മറ്റുള്ളവനെ എൻ്റെ ആവശ്യമായി കണ്ടും മറ്റുള്ളവൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമായി കണ്ടും ചെയ്യണം. പക്ഷെ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യവും നിരക്ഷരതയും ഒക്കെ സജീവമാണ് ഇന്നും. അതൊന്നും അടിസ്ഥാനപരമായ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കോടികൾ ചെലവഴിച്ച് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ പോകുന്നുണ്ട്. എന്താ തിരുമേനിയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം അവിടെ പോകുന്നത് നല്ലതാണ്, അതിന് ശരിയാണ്. പക്ഷേ അത് ഇവിടെയുള്ള ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി വേണം. അത് നമ്മൾ ശ്രമിക്കണം. അതായത് വീടില്ലാത്ത ഒരുത്തരും കേരളത്തിലുണ്ടാകരുത് അടുത്ത 3 വർഷത്തിൽ. നാട്ടുകാർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി ആവണം ഇതെല്ലാം അല്ലേ? അതെ, അതായത് എനിക്ക് എല്ലാവർക്കും ഒരുപോലെ പണം വേണം എന്നൊന്നുമില്ല. അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭിക്കണം. ഞാനൊരു കോട്ട് വിട്ടുകൊണ്ട് നടന്നാൽ വേർക്കും, എനിക്ക് കോട്ട് ആവശ്യമില്ല. ഇപ്പോൾ അടുത്തിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ പാത ക്രിസ്തുവിന്റെ തന്നെ പാതയാണ്. അതെ, തിരുമേനി യോജിക്കുന്നുണ്ടോ? ഞാൻ ഇടതുപക്ഷത്തെ ചേർന്നിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് അവരുടെ പാത അറിയാൻ പാടില്ല. എന്നാൽ അവർ പറയുന്നതിൽ ഒത്തിരി കാര്യം ക്രിസ്ത്യാനി ചെയ്യേണ്ടതാണ്. അത് രണ്ടും ഒരു പാതയാണെന്ന് ഞാൻ പഠിക്കാതെ ഇടതുപക്ഷം ചേർന്ന് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് പറയാൻ അറിയാം. പിണറായി വിജയനെ അടുത്തറിയാമല്ലോ തിരുമേനിക്ക്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഭരണം? ഞാൻ ഭരിക്കപ്പെട്ടിട്ടുള്ളതല്ലാതെ ഭരിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഉത്തരവൊക്കെ പറയാൻ പ്രാപ്തനല്ല. മനസ്സിലായില്ല. ഇത് 3ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയോട് 5ാം ക്ലാസ്സിലെ ചോദ്യം കേട്ട് ഉത്തരം എഴുതാൻ പറഞ്ഞാൽ അവൻ വിഷമിച്ചു പോകും. എന്നാലും അവന് 4ഉം 3ഉം എത്രയെന്നൊക്കെ ഗുണിച്ചു പറയാനൊക്കെ അറിയാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത് പിണറായിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് പിണറായിയെ പറ്റി നല്ല അഭിപ്രായമാണ് ഇതുവരെ ഉള്ളത്. മറ്റു മനുഷ്യനായി കരുതി അവരെ സഹായിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമേനിയോടോ അനുഭവ സമ്പത്തുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ മതവിശ്വാസവും ഭക്തിയും ആരാധനയും ഇതൊന്നുമില്ലാതെ സ്വതന്ത്രമായി ശുദ്ധമായി മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലേ? ഈ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസമില്ലാതെ ജീവിക്കാൻ സാധിക്കും എന്ന് ഞാൻ സമ്മതിക്കും. എന്നാൽ ഈശ്വര വിശ്വാസം നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈശ്വരൻ ആണ് സർവത്തിൻ്റെയും അധികാരി. എല്ലാത്തിനെയും അതായത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയില്ല, ഒക്കെ ഇല്ലേ, ഒരു പ്രധാനമന്ത്രി ആവശ്യം. അപ്പോൾ അത് ഏത് പാർട്ടിയാണെന്നുള്ളത് അല്ല,
അത് മനുഷ്യൻ്റെ പാർട്ടിയായിരിക്കണം. അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞത് എൻ്റെ അപ്പനെ പറ്റി എൻ്റെ അമ്മയ്ക്കുള്ള അഭിപ്രായവും എൻ്റെ ജ്യേഷ്ഠനുള്ള അഭിപ്രായവും എനിക്കുള്ള അഭിപ്രായവും എൻ്റെ പെങ്ങൾക്കുള്ള അഭിപ്രായവും ഒന്നല്ല. എന്നാൽ ഞങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അപ്പൻ വളരെ വലിയവൻ ഈശ്വര വിശ്വാസം അനിവാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈശ്വരൻ ഇല്ല എന്ന് ആരും പറയുന്നെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നിൽ കാണുന്ന രീതിയിലുള്ള ഈശ്വരൻ ആവശ്യമല്ലെന്ന്. അതായത് മറ്റൊരുത്തൻ പട്ടിണി കിടക്ക് അവൻ്റെ മകന് പഠിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്നെ മാത്രം അനുഗ്രഹിക്കുന്ന ആ ഈശ്വരനുള്ള വിശ്വാസം ആവശ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കും. ഈ പല മതങ്ങളിലും ജാതികളിലും ഒക്കെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യരൊന്നാണ് എന്ന സന്ദേശമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പരസ്പരം ജാതിയും മതവും നോക്കാതെ വിവാഹം കഴിച്ചുകൂടാ? അതിൻ്റെ കാര്യം ജാതിയും മതവും നോക്കാതെ വിവാഹം കഴിക്കുന്ന അപ്പോൾ അവർക്ക് ഈശ്വരനെ തള്ളേണ്ടി വരും. ഈശ്വരന് മതമുണ്ടോ? ഇല്ല. ഈശ്വരൻ നമ്മളെ സ്നേഹിക്കും, നമ്മൾ ഈശ്വരനെ സ്നേഹിക്കുക. അന്നേരം വ്യത്യസ്ത ഞാൻ പറഞ്ഞത് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും എന്ന് വെച്ചാൽ ഭാര്യ എല്ലാ ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ പാടില്ല. അതായത് ഒരു ഭർത്താവെന്ന് പറയുന്ന ആളിനോടുള്ള ലോയൽറ്റി വളരെ പ്രത്യേകമാണ്. അതുകൊണ്ട് എല്ലാവരെയും ഭർത്താക്കന്മാരായിട്ട് സ്വീകരിക്കുകയാണ് ലോകം കുഴപ്പത്തിലാകും. അല്ല, എൻ്റെ ചോദ്യം അതല്ല. ഈ മതം ഏതായാലും മനുഷ്യർ പരസ്പരം വിവാഹം ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അതാണ് എൻ്റെ ഒരു സംഗതി. വിവാഹം ചെയ്യുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ മനുഷ്യനെ സഹായിക്കുന്നത് ഈശ്വരൻ. അതാണ് ഈശ്വരൻ. അല്ലാതെ ഞാൻ പറയുന്നത് ആ ഈശ്വരനെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടെ ഒരുമിച്ച് ചെല്ലാൻ ഒക്കുകയില്ലെങ്കിൽ അല്ല, ഓരോ മതത്തിനും ഓരോ ദൈവങ്ങളുണ്ടെന്നാണോ അന്നേരം പറഞ്ഞു വരുന്നത്? അത് അവർ ദൈവത്തെ എല്ലാവരും അങ്ങനെ. ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തെ പറ്റി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുള്ള അഭിപ്രായം രണ്ടാമത്തെ മകനുള്ള അഭിപ്രായം തമ്മിൽ വ്യത്യാസമാണ്. എന്നാൽ നിങ്ങൾ ഒന്നാണ്. വ്യത്യാസത്തിൽ തെറ്റില്ല അല്ലേ? അതെ. അതെ, ദൈവങ്ങളുടെ കാര്യം പറയുന്നതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ശ്രീകൃഷ്ണനും ഈ ബുദ്ധനും യേശു ക്രിസ്തു ഒന്നും ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ളൊരു ആശയം യുക്തിവാദികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഞാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിനെ PT പുന്നൂസിനോട് കോടതിയിൽ ഒരു വക്കീൽ ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു? അവൻ പറഞ്ഞില്ല. അപ്പോൾ അവൻ്റെ അമ്മാച്ചൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നീ പറഞ്ഞാൽ പോലെ തനിക്ക് തന്നെ വേണം അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് തന്നോട് പറയാൻ എനിക്ക് മനസ്സിലായി. ഉടനെ അവൻ പറഞ്ഞു, അച്ഛൻ ഇത്രയുള്ള അഭിപ്രായം, ഞാൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇല്ലാതാകും. മനസ്സിലായോ? അവൻ പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്ന റിയാലിറ്റി എന്നെക്കാളൊക്കെ ഉന്നതമാണ്. പിന്നെ ഒത്തിരി ആളുകൾ ഈശ്വരനില്ലെന്ന് പറയുന്നത് ക്രിസോസ്റ്റം മെത്രാച്ചൻ ഈ കാണുന്ന ഈശ്വരനില്ലെന്നാണ്. എന്നാൽ അവരുടെ അനുഭവത്തിൽ അവർ കണ്ട ഈശ്വരനിൽ അവർ വിശ്വസിക്കുന്നു. അവനവൻ്റെ പ്രവൃത്തിയാണ് അവൻ്റെ ദൈവം എന്ന് പറയാറുണ്ട്. അത് മുഴുവൻ ഞാൻ അതുപോലെ സ്വീകരിക്കുകയല്ല. പ്രവൃത്തിയിൽ കൂടെയാണ് ദൈവത്തെ അനുഭവിക്കുന്നതെന്ന് പറയും. യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലയളവിലെ ചില വർഷങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചതായി, അതായത് കാശിയിലും ഹിമാലയത്തിലും ചെലവഴിച്ചതായും വേദാന്തം, യോഗ എന്നിവ ആഴത്തിൽ അഭ്യസിച്ചതായും പറയപ്പെടുന്നുണ്ട്. ഇതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ? ചരിത്രപരമായ സാധ്യതയുണ്ടോ? അന്ന് ഞാൻ ജീവിച്ചിരുന്നിട്ടില്ല. അന്ന് കൗമുദി പത്രവുമില്ല. ഇത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഉത്തരം പറയാനൊക്കെ.
ഭാരതീയ തത്വചിന്തയിലെ പ്രധാന ആശയങ്ങളിലൊന്നാണ് മായാ സിദ്ധാന്തം. ആ ഇത് പഴയ നിയമത്തിലെ സഭാപ്രസംഗിയുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം ഉണ്ടായിരിക്കും. അതായത് അറിവ് പല സോഴ്സിൽ കൂടെ വരാം. അതുകൊണ്ട് ഈ സത്യമായ ദൈവത്തെ അറിയുന്നത് എല്ലാം സത്യമാണ്, അത് ഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ളത് തെറ്റാന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അതുപോലെ തന്നെ ഹിന്ദുമത സങ്കല്പത്തിലെ നരകവും സ്വർഗവും വിശുദ്ധ വേദപുസ്തകത്തിലെ നരകവും സ്വർഗവുമായിട്ടെല്ലാം ബന്ധമുണ്ടാവും അല്ലേ? അത് ഞാൻ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടിടത്തും പോയുമില്ല, രണ്ടിടത്തും പഠിച്ചുമില്ല. അതുകൊണ്ട് അങ്ങനെ പറയാനും മാത്രം എനിക്ക് അറിഞ്ഞുകൂട. എന്നാൽ ഞാൻ പറയുന്നത് സ്വർഗം എന്ന് പറഞ്ഞത് ഒരു അനുഭവമാണ്, ഒരു സ്ഥലമല്ല. അത് ഭൂമിയിൽ തന്നെയാണോ? ഭൂമിയിൽ തന്നെയാണോ എന്ന് പറയാനൊക്കെയല്ല. മനുഷ്യൻ ഭൂമിയുടെ മാത്രമല്ല. മനുഷ്യൻ ഭൂമിക്ക് അതീതനായി ജീവിക്കുന്നു. മരണാനന്തര ജീവിതവും ഉണ്ട് അപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇല്ലെന്ന് പറയുന്നവന് എൻ്റെ ചെല്ലക്കടിക്കാൻ ഞാൻ പോവുകയില്ല. മനസ്സിലായോ? അതവൻ വിശ്വസിച്ചു. മനുഷ്യർ പൊതുവെ ഒരുപാട് നാൾ ജീവിച്ചിരിക്കാൻ മോഹമുള്ളവരാണ്. പൊതുവെ ഭൂരിഭാഗം ആൾക്കാർ ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. തിരുമേനിയുടെ അനുഭവത്തിൽ ഒരുപാട് നാൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ആനന്ദവും ദുഃഖവും അല്ലെങ്കിൽ ഗുണവും ദോഷവും എന്താണ്? ഞാൻ ഒരുപാട് നാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നരകമെന്ന് പറയുന്നത് എൻ്റെ വീടായിത്തീരും. മനസ്സിലായി? അതാണ് എൻ്റെ വിചാരം. ഈ കാലയളവിൽ എപ്പോഴെങ്കിലും വിരസത തോന്നിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ല. എന്നാൽ ഏതനുഭവത്തിൻ്റെ മധ്യത്തിലും എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ അനുഭവിപ്പാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ ദൈവവചനങ്ങളും അങ്ങേക്ക് പ്രിയപ്പെട്ടതാണ്. എങ്കിലും ബൈബിളിലെ ഏറ്റവും എപ്പോഴും നാവിലും നിലവിലും വരുന്ന ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വചനം എന്താണ്? അത് ഞാൻ ചെറുപ്പമായിരുന്നു. ചിലർ വീട്ടിൽ വന്ന് ചോദിക്കും, അപ്പനോടാണോ അമ്മയോടാണോ കൂടുതൽ സ്നേഹം? അതിന് ഉത്തരം പറയാൻ എനിക്കിപ്പോഴും അറിയാൻ വയ്യ. ഒരു സാങ്കല്പിക ചോദ്യം ചോദിക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ഒരു അവസരം ലഭിച്ചാൽ തിരുമേനി ചെയ്യുന്ന പരമപ്രധാനമായ ഒരു കാര്യം എന്തായിരിക്കും? പ്രധാനമായ കാര്യം പറയാം. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വോട്ട് ചെയ്യുന്നവൻ കഷ്ടപ്പെടും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ജീവിക്കണം. മനസ്സിലായത്? സന്തോഷിക്കണമെന്നല്ല, ജീവിക്കണം. ജീവിക്കുന്നതാണ് സന്തോഷം. മറ്റവൻ നശിക്കുന്നത് എനിക്ക് സന്തോഷമായി. അവനെ എൻ്റെ ആവശ്യമായി കാണും. ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാഠം എന്താണ്? എല്ലാ മനുഷ്യനും മറ്റു മനുഷ്യനു വേണ്ടി ജീവിക്കണം. ഇപ്പം നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്പലങ്ങളായാലും പള്ളികളായാലും കോടികൾ ചെലവഴിച്ച് ആഡംബരം കൂട്ടുന്നു. ദൈവത്തിന് ആഡംബരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അന്നേരം അതൊരു അനാവശ്യമായ ധൂർത്തല്ലേ? ആണ്. ഞാൻ അതിനോട് യോജിക്കും. ഈ പള്ളികളൊക്കെ വളരെ പണിതലൊഴിച്ച് പണിയുന്നതിനോട് ഞാൻ അനുകൂലിക്കുകയല്ല. അല്ല. അനേകർക്ക് സ്വന്തം വീടില്ലാതെ കിടക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് പള്ളി പണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ പണിക്കുന്ന പല പള്ളികളുടെയും ദൈവം നരിച്ചുകളാണ്. ആ പള്ളികളിൽ ദൈവം, അമ്പലത്തിലും പള്ളിയിലും ദൈവം ഉണ്ടാവില്ല അല്ലേ? അതെ, അവിടെ ഇല്ല. ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ഇപ്പം മാവോയിസ്റ്റുകൾ 2 പേര് വധിക്കപ്പെട്ടു കേരളത്തിൽ. എന്തുകൊണ്ടായിരിക്കും മാവോയിസ്റ്റുകൾ ഉണ്ടാകുന്നത്? ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. എങ്കിൽ മാത്രമേ നന്മയുള്ളൂ.
നന്മ ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ അത് നന്മയല്ല. നന്മ ചെയ്യാതിരിക്കാനുള്ള നിവൃത്തിയുള്ളപ്പോൾ നന്മ ചെയ്തെങ്കിലേ അത് നന്മയാവുകയുള്ളൂ. മറ്റേത് എനിക്കൊരു മാർഗവുമില്ല ഞാൻ ചെയ്യുന്ന. മാവോയിസ്റ്റുകളെ വിമർശിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? ഇല്ല. ഇല്ല. ഇപ്പോൾ ലോക രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ ഭാവി പലയിടത്തും അസ്തമിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും വളരെ സജീവമാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിന് വലിയ ഭാവി അങ്ങ് കാണുന്നുണ്ടോ? ആ ചോദ്യം എന്നോട് ചോദിച്ച് എനിക്ക് സാറിനോട് വലിയതുണ്ട്. കാരണം ഒരു സാധാരണക്കാരന് ഉത്തരം പറയാൻ വയ്യാത്ത ചോദ്യം ഈ സാധാരണക്കാരനായ എന്നോട് ചോദിച്ചപ്പോൾ സാർ എന്നെ അസാധാരണക്കാരനായി വിചാരിച്ചിരിക്കുന്നു. ജീവിതമാണല്ലോ ഏറ്റവും വലിയ കഴിവ്, അനുഭവം എന്ന് പറയുന്നത്. അതിൽ അങ്ങേക്കുള്ള അത്രയും യോഗ്യത മറ്റാർക്കുണ്ട്? എന്നാൽ മറ്റു മനുഷ്യൻ അവൻ്റെ സാധ്യതകൾ യഥാർത്ഥമാക്കാതെ സൗകര്യമുണ്ടാക്കാത്തവൻ മനുഷ്യനാണ്. മാൻ ഈസ് എ മാൻ ഇൻ കമ്മ്യൂണിറ്റി. മറ്റുള്ളവരില്ലാതെ ഒരു മനുഷ്യനായി ജീവിക്കാനൊക്കെ. സാറ് നല്ല മീശയുണ്ട്. ഈ മീശ ആർക്ക് വേണ്ടി വെച്ചിരിക്കും? സാറിന് വേണ്ടിയാണ്. അല്ല, സാറിത് ഒരു ദിവസം അരമണിക്കൂറേ കാണുകയുള്ളൂ. ഇത് എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നതാണ് സാറ്. സാറിന് മുതൽ മുടക്കില്ലാത്ത കാര്യം എനിക്ക് വേണ്ടി സാർ ചെയ്യും. എന്നാൽ സാറിൻ്റെ ആളത്വത്തിൻ്റെ ആ കേന്ദ്രം എൻ്റെ ആളത്വത്തിൻ്റെ കേന്ദ്രവുമായി സംയോജിക്കുമ്പോഴാണ് നമ്മൾ സ്നേഹിതരാകുന്നത്. അത് ഉണ്ടാകുന്നതിന് സാധിക്കണം. നമ്മളുടെ ഈ സംഭാഷണം അത് കാണുമ്പോൾ മനുഷ്യനായിത്തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കേരള കൗമുദി എന്ന് പറയുന്ന പത്രം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സാധാരണക്കാരനെ അസാധാരണക്കാരനാകും. അതുകൊണ്ട് ഈ സാധാരണയിൽ നിന്ന് അസാധാരണയിൽ കാണുമെന്നുള്ള കേരള കൗമുദിയുടെ സബ്സ്ക്രൈബറാകണം എന്ന് അത് അങ്ങനെ ആയാൽ അതുകൊണ്ട് മാത്രമാവുകയില്ല. ഞാൻ പറഞ്ഞത് മറ്റു മനുഷ്യൻ അവൻ്റെ ഉയർച്ച എൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമാണെന്ന് കരുതുന്ന ഒരു ലോകം വരുമ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങൾ 90% നീങ്ങും എന്നാണ് എൻ്റെ വിചാരം. അങ്ങയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ്? അത് വലിയ പ്രയാസമാണ് പറയാൻ. കാരണം എനിക്ക് രോഗമൊക്കെ വേണ്ടുവോളം ഉണ്ട്. അറിയപ്പെടുന്ന എല്ലാ രോഗവും ഞാനും കൂടെ കൂട്ടുകെട്ടുണ്ട്. എന്നാൽ ഒരു പക്ഷേ ദൈവം വിചാരിച്ചായിരിക്കും ഇവനെ സ്വർഗത്തിൽ കൊണ്ടുവന്നാൽ അവിടെ എല്ലാം കുഴപ്പമാകും. ഇവനെ നരകത്തിൽ വിടുന്ന അത്രയ്ക്ക് വലിയ കുഴപ്പം അവൻ ചെയ്തിട്ടില്ല. അവനെ അവിടെ അതുകൊണ്ട് അവനെ ഇവിടെ തന്നെ വെച്ചേക്കാം എന്ന് വിചാരിച്ച് വെച്ചു. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണമുണ്ടോ? നിയന്ത്രണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം. എന്നാൽ ഈ ആ ഭക്ഷണത്തിൽ എൻ്റെ അടിമയല്ല ഞാൻ. ഭക്ഷണം ഒരു നേരം 2 നേരം കഴിക്കുന്നത് വെജിറ്റേറിയൻ വേണം, മറ്റേത് അങ്ങനെയുള്ള നിർബന്ധമുണ്ട്. നമ്മളെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ലോകം നമ്മൾ സ്വപ്നം കാണും. വിവിധ മനുഷ്യർ വിവിധ രീതി. തിരുമേനി അങ്ങനെ സ്വപ്നം കണ്ട ലോകം യാഥാർത്ഥ്യമായോ? ഇല്ല. വളരെ ദൂരെയാണോ? വളരെ ദൂരെ ആണെന്ന് പറയാൻ പാടില്ല, എന്നാൽ വളരെ അടുത്തുമല്ല. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ആരായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? മനുഷ്യനായിരിക്കാൻ. ഇതുവരെ ഞാൻ മനുഷ്യനായിട്ടില്ല. ആയിട്ടില്ല. മനുഷ്യൻ ഞാൻ വളരെ ദൂരെയാണ്. മനുഷ്യനാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ
മനുഷ്യനായില്ല. പുതിയ വർഷം 2017 കടന്നു വരുന്നത് 100 വയസ്സുമായാണ്. അതായത് ഏപ്രിൽ 27-ന് തിരുമേനിക്ക് 100 വയസ്സ് തികയാണ്. എങ്ങനെയാണ് ഈ പുതുവർഷത്തെ നോക്കിക്കാണുന്നത്? വലിയ പ്രത്യാശയോടെയാണ്. അതായത് മനുഷ്യരെക്കാൾ ഇന്ന് സാധാരണക്കാരനായി എന്നെ കണ്ട് എൻ്റെ കാര്യങ്ങൾ ഭൂലോകത്തോട് സ്ഥാപിപ്പാൻ സാറും കൂട്ടരും കൂടെ ഇവിടെ വന്നത് നിങ്ങൾ എന്ത് പറയുന്നു, സാധാരണയെ അസാധാരണമാക്കുന്നതായ ഒരു സ്വഭാവ ശ്രേഷ്ഠതയാണ് ഞാൻ കണ്ടത്. അങ്ങനെ പലരും പല രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അടുത്ത ജന്മം വളരെ അനുഗ്രഹമാകാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. മനസ്സിലാകുന്നത്. ജീവിതത്തെ നർമ്മത്തോടെ നോക്കിക്കാണാൻ ഇന്ന് പൊതുവെ മനുഷ്യർ തയ്യാറല്ല. പക്ഷേ തിരുമേനിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് നർമ്മവുമാണ്. അത് ശരിയാണ്. ഞാൻ ഈ ഫലം സ്വീകരിക്കാത്ത ആളല്ല. അത് എവിടെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് പഠിക്കണം. എൻ്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ അമ്മ പറഞ്ഞൊരു സമാധാനമാണെന്ന് പറയണ്ടേ, അമ്മ പറഞ്ഞൊരു ഗുണദോഷമാണോ പറയണ്ടേ? അമ്മ പറഞ്ഞ ഒരു സമാധാനം ഞാൻ അല്ലൊരു തമാശ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ നേരെ തിരുവനന്തപുരത്ത് പ്രാന്താശുപത്രിയിൽ കൊണ്ടു. എന്നാൽ മറ്റേത് പറയുകയാണെങ്കിൽ എന്നെ സമൂഹത്തിൻ്റെ ഒരു പ്രവർത്തകനായി സ്വീകരിച്ചു. അതുകൊണ്ട് സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മനസ്സിലാക്കി മനുഷ്യൻ്റെ ആവശ്യത്തിന് മനുഷ്യനായി ജീവിക്കുന്നവനാണ് നമ്മുടെ കടമ നിർവഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നർമ്മബോധം ഉള്ളവരുടെ എണ്ണം കുറയുകയാണ്. മനുഷ്യന് ഈ ആർത്തി കൂടുന്നുണ്ട്. അതാണ് നമ്മൾ വേണ്ടാത്തതെല്ലാം ആഗ്രഹിച്ച് വേണ്ടിയതെല്ലാം ഇല്ലാതാക്കുക. അതായത് ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ബാങ്കിലെ പണം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അതുകൊണ്ട് തന്നെ എനിക്ക് ഗുണമൊന്നും ഉണ്ടാകില്ല, ഞാനത് കഴിക്കുകയില്ല. അത് വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ എന്തിനും ബുദ്ധിമുട്ട്. ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ സാന്നിപ്പാൻ, ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ ആയി അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ആനന്ദമാണോ, നിരാശയാണോ, സന്തോഷമാണോ, ദുഃഖമാണോ? എനിക്ക് നിരാശയാണെന്ന് പറയാൻ നിവൃത്തിയില്ല. എന്തെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും പറയും എല്ലാവരെയും കരുതണം. എന്ന് വെച്ചാൽ എന്നെ അവൻ കരുതുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ പറയുന്നത് അവനെ ഞാൻ കരുതണമെന്നില്ല. അതുകൊണ്ട് അവനെ ഞാൻ കരുതി തുടങ്ങുമ്പോൾ അവൻ എന്നെയും കരുതി തുടങ്ങും. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അവൻ എന്നെ കരുതുകയാണെങ്കിൽ ഞാൻ അവനെ കരുതാം. അങ്ങനെ ഞാൻ അവനെ കരുതുമ്പോൾ അവൻ എന്നെ കരുതും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മറ്റു മനുഷ്യൻ്റെ സാധ്യതകൾ യഥാർത്ഥമാക്കി തീർക്കുക. അപ്പോൾ എല്ലാവരെയും കരുതുന്ന ഒരു ലോകം വരട്ടെ. എല്ലാ നന്മകളും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.